Hi dear students, അസസ്മെൻറ്റ് പ്രൊസീജിയറിലെ മൂന്നാമത്തെ ഒരു ക്ലാസ്സാണ് ഇത്. ഇതിൽ നമ്മൾ അസസ്മെൻറ്റിൻ്റെ ടൈപ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് പേയബിൾ. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, അസസ്മെൻറ്റ് എന്ന് പറയുന്ന വാക്കിന് ഇൻകം ടാക്സ് ആക്ടിനകത്ത് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. പല സിറ്റുവേഷനിലും പല രീതിയിലാണ് നമ്മളിതിനെ വ്യാഖ്യാനിക്കാറുള്ളത്. ഇവിടെ നമ്മൾ അസസ്മെൻ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഇൻകത്തിൻ്റെയും അതിന് കൊടുക്കേണ്ട ടാക്സിൻ്റെ എമൗണ്ടിൻ്റെയും കാൽക്കുലേഷനെയാണ്, ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്? ദർ ആർ 5 types of assessment broadly. First one, self-assessment, section 140A. Second one, assessment on the basis of return, section 143 subsection 1. Third one, regular assessment by assessing officer. Fourth one, reassessment. And the fifth one, precautionary or protective assessment. Okay, എന്താണ് സെൽഫ് അസസ്മെൻറ്റ്? സെക്ഷൻ 140A അനുസരിച്ച് സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇഫ് ഓൺ ദി ബേസിസ് ഓഫ് റിട്ടേൺ ആൻ അസസി ഫൈൻസ് ദാറ്റ് സം എമൗണ്ട് ഈസ് പേയബിൾ ആസ് ടാക്സ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ടാക്സ് ഡിഡക്റ്റഡ് ആൻഡ് കളക്റ്റഡ് ഫ്രം സോഴ്സ്, ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, ഡബിൾ ടാക്സേഷൻ റിലീഫ് ഓർ ടാക്സ് ക്രെഡിറ്റ്, he shall deposit it with a challan for self-assessment before filing return. സെൽഫ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, ഒരു അസസി റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിനകത്ത് അദ്ദേഹം കൊടുത്തിട്ടുള്ള നേരത്തെ കൊടുത്ത ടാക്സിൻ്റെ എമൗണ്ട് എല്ലാം കുറച്ച് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ TDS ആയിട്ടും TCS ആയിട്ടും അഡ്വാൻസ് ടാക്സ് ആയിട്ടും ഡബിൾ ടാക്സേഷൻ റിലീഫായിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ടും ടാക്സ് ക്രെഡിറ്റും ഇങ്ങനെയുള്ള എല്ലാ എമൗണ്ട്സും കുറച്ച ശേഷം അദ്ദേഹം എത്ര എമൗണ്ട് ഇനിയും ടാക്സ് കൊടുക്കേണ്ടതുണ്ടോ അത്രയും എമൗണ്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാണ്, ചലാൻ സഹിതം അദ്ദേഹം ടാക്സിൻ്റെ എമൗണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറയാം. റിട്ടേൺ ഷാൾ ബി ഫയൽഡ് എലോങ് വിത്ത് പ്രൂഫ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് സച്ച് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് എന്ത് പേയ്മെൻ്റ് ആണോ ഇൻകം ടാക്സ് ആയിട്ടും അതിൻ്റെ ഇൻട്രസ്റ്റും മറ്റുമായിട്ട് കൊടുക്കാനുള്ളതെങ്കിൽ ആ പേയ്മെൻ്റ് എല്ലാം നടത്തിയ ശേഷം മാത്രമാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ടാക്സ് അടച്ചതിൻ്റെ പേയ്മെൻറ്റിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ ഈ റിട്ടേണിൻ്റെ കൂടെ ഫയൽ ചെയ്യേണ്ടതാണ് അത്തരം കേസിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞതാണ് അർത്ഥം, റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഫോമിനകത്ത് കാണാൻ കഴിയും എത്ര എമൗണ്ടാണ് ടാക്സ് ഇനി കൊടുക്കേണ്ടത് എന്നുള്ളത്, ടാക്സ് പേയബിൾ എത്രയാണ്, അല്ലെങ്കിൽ ടാക്സിൻ്റെ റീഫണ്ടബിൾ എമൗണ്ട് എത്രയാണെന്നുള്ളത്. അപ്പോൾ ടാക്സ് പേയബിൾ ആണെങ്കിൽ അത് ഒരു ചലാൻ വെച്ചിട്ട് അടച്ച ശേഷം അതിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനെയാണ് സെൽഫ് അസസ്മെൻറ്റ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് അസസ്മെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് റിട്ടേൺ ഓർ സമ്മറി അസസ്മെൻറ്റ്, സെക്ഷൻ 143 സബ്സെക്ഷൻ 1. റിട്ടേണിൻ്റെ ബേസിസിലുള്ള അസസ്മെൻറ്റ് അല്ലെങ്കിൽ സമ്മറി അസസ്മെൻ്റ് എന്ന് പറയുന്നതിന് അർത്ഥം, ഇഫ് റിട്ടേൺ ഫയൽഡ് അണ്ടർ സെക്ഷൻ 139 ഓർ ഇൻ റെസ്പോൺസ് ടു എ നോട്ടീസ് അണ്ടർ സെക്ഷൻ 142 സബ്സെക്ഷൻ 1, സം പേയബിൾ ഓർ റീഫണ്ട് ഡ്യൂ ഷാൾ ബി ഡിറ്റർമിൻഡ് ആസ് ഫോളോസ്. അപ്പോൾ സെക്ഷൻ 139 അനുസരിച്ച് വോളണ്ടറി റിട്ടേൺ ഫയൽ ചെയ്യുകയോ അതല്ലെങ്കിൽ 142 സബ്സെക്ഷൻ 1 എന്ന നോട്ടീസ് ുള്ള റിപ്ലൈ ആയിട്ട് റെസ്പോൺസ് ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുകയോ ചെയ്ത ശേഷം ആ റിട്ടേണിനകത്ത് കാണുന്ന എത്ര എമൗണ്ട് ടാക്സ് കൊടുക്കേണ്ടതുണ്ടോ, എത്ര എമൗണ്ട് റീഫണ്ട് കിട്ടേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അതിനകത്ത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടഡ്, ഈ അസസിയുടെ ആ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ടോട്ടൽ ഇൻകത്തിന് ടാക്സും ഇൻട്രസ്റ്റും എത്ര എമൗണ്ട് ആണോ വന്നിട്ടുള്ളത് ആ എമൗണ്ടിൽ നിന്ന് താഴെ പറയുന്ന എമൗണ്ട് എല്ലാം കുറച്ച ശേഷം ബാക്കി വരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഇൻകം ടാക്സ് പേയബിൾ അല്ലെങ്കിൽ റീഫണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് TDS, TCS, അഡ്വാൻസ് ടാക്സ്, റിലീഫ്, റിബേറ്റ്, സെൽഫ് അസസ്മെൻ്റ് ടാക്സ്,
പിന്നെ അതല്ലാതെ വേറെ എന്തെങ്കിലും എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റോ മറ്റെന്തെങ്കിലും പേയ്മെന്റ് വേറെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ കൊടുത്തു കഴിഞ്ഞ എന്തെല്ലാം എമൗണ്ട് ഉണ്ടോ അതെല്ലാം എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്ന ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന എമൗണ്ട് എന്ന് കുറച്ചാൽ ബാക്കി വരുന്ന എമൗണ്ടിനെയാണ് സം പേയബിൾ ഓർ റീഫണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കുറക്കുന്ന സമയത്ത് കിട്ടുന്ന ഫിഗർ ഒരു നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്, എമൗണ്ട് റീഫണ്ടബിൾ ആണ്. പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ ടാക്സ് പേയബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, ആദ്യം റിട്ടേൺ ഫയൽ ചെയ്യുന്നു. ഓക്കെ, ആ റിട്ടേണിനകത്ത് കാണുന്ന ഈ പറഞ്ഞ റീഫണ്ടബിൾ എമൗണ്ടോ അല്ലെങ്കിൽ പേയബിൾ എമൗണ്ടോ എത്രയാണോ അത് സെറ്റിൽ ചെയ്യുന്ന രീതിയാണ് നമ്മൾ അസസ്മെന്റ് ഓൺ ദി ബേസിസ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ സമ്മറി അസസ്മെന്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് റെഗുലർ അസസ്മെന്റ് ആണ്. റെഗുലർ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ റെഗുലർ അസസ്മെന്റ് വരാറുള്ളത്. ഒന്ന്, അസസ്മെന്റ് മെയ്ഡ് ഓൺ ദി ബേസ് ഓഫ് എവിഡൻസ് അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 3. സെക്ഷൻ 143 സബ്സെക്ഷൻ 3 പ്രകാരമുള്ള എവിഡൻസിന്റെ ബേസിലുള്ള അസസ്മെന്റ്, രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള അസസ്മെന്റും അല്ലെങ്കിൽ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് സെക്ഷൻ 144 അനുസരിച്ചുള്ള ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. അപ്പോൾ റെഗുലർ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ 143 സബ്സെക്ഷൻ 3 അല്ലെങ്കിൽ സെക്ഷൻ 144 അതനുസരിച്ചുള്ള അസസ്മെന്റിനെയാണ് റെഗുലർ അസസ്മെന്റ് എന്ന് പറയാം. അതിലെന്താണ് 143 സബ്സെക്ഷൻ 3 എന്ന് പറയുന്ന സെക്ഷൻ? അസസ്മെന്റ് ഓൺ ദി ബേസ് ഓഫ് എവിഡൻസ്, ദിസ് ആൾസോ കോൾഡ് സ്ക്രൂട്ടിനി അസസ്മെന്റ്. എവിഡൻസിന്റെ ബേസിസിലുള്ള അസസ്മെന്റ് ആണ്. സ്ക്രൂട്ടിനി അസസ്മെന്റ് എന്ന പേരിലും ഇതിനെ വിളിക്കാറുണ്ട്. സെക്ഷൻ 143 സബ്സെക്ഷൻ 3യിലാണ് അതെന്താണെന്ന് പറയുന്നത്. ഇഫ് അസസിംഗ് ഓഫീസർ ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ് assessee has claimed loss, exemption, deduction, allowance or rebate which is not admissible under the Act, a notice under section 143 subsection 2 requiring him to produce proof of such claims on a specified date shall be issued. ഇവിടെ ഈ എവിഡൻസിന്റെ ബേസിൽ അസസ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്. ഒരു അസസ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അസസി എന്തെങ്കിലും ലോസോ എക്സംഷനോ ഡിഡക്ഷനോ അലവൻസോ റിബേറ്റോ ക്ലെയിം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ആ അസസിക്ക് അഡ്മിസിബിൾ അല്ല, അലൗബിൾ അല്ല. അങ്ങനെ എന്തെങ്കിലും എക്സംഷനോ ഡിഡക്ഷനോ ഇദ്ദേഹത്തിന്റെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 143 സബ്സെക്ഷൻ 2 എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരമുള്ള ഒരു നോട്ടീസ് അസസിംഗ് ഓഫീസർ ഈ അസസിക്ക് അയക്കും, ഇഷ്യൂ ചെയ്യും. ആ നോട്ടീസിനകത്ത് പറയുന്നത് എന്താണ്, ഇദ്ദേഹം ക്ലെയിം ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള എക്സംഷനോ ലോസോ ഡിഡക്ഷനോ അലവൻസോ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസാണിത്. അപ്പോൾ ആ നോട്ടീസിന് റിപ്ലൈ ചെയ്യുന്ന, അതിന് ആ നോട്ടീസിലെ മറുപടി ആയിട്ട് ഇതിൻ്റെ പ്രൂഫ്, ഇതിൻ്റെ എവിഡൻസ് അസസി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അസസ്മെന്റ് ഓൺ ദി ബേസ് ഓഫ് എവിഡൻസ് അല്ലെങ്കിൽ സ്ക്രൂട്ടിനി അസസ്മെന്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 143 സബ്സെക്ഷൻ 2 പ്രകാരം നോട്ടീസ് അയക്കുന്നതിന് ഒരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാലാവധി എന്താണ്? സച്ച് നോട്ടീസ് ക്യാൻ ബി സെർവ്ഡ് ഓൺലി വിത്തിൻ 6 months ഫ്രം എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് റിട്ടേൺ ഈസ് ഫയൽഡ്. ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ റിട്ടേൺ ഫയൽ ചെയ്തതെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ, പരമാവധി 6 മാസത്തിനുള്ളിലാണ് ഈ നോട്ടീസ് അയക്കേണ്ടത്. അപ്പോൾ ഏത് വർഷം റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടോ ആ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത മാർച്ച് 31 അല്ലേ, അത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലാണ് സമയം പറയുന്നത്. ആ സമയത്തിനുള്ളിൽ വേണം ഇങ്ങനെ നോട്ടീസ് അയക്കാൻ. അതിനുശേഷം എന്ത് ചെയ്യാൻ കഴിയില്ല, റെഗുലർ അസസ്മെന്റുമായി ബന്ധപ്പെട്ട് ഇത്തരം നോട്ടീസ് അയക്കാനുള്ള അവകാശം അസസിംഗ് ഓഫീസർക്ക് ഇല്ല എന്ന് വേണം നമുക്ക് കരുതാൻ. ഇനി ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ഈ റെഗുലർ അസസ്മെന്റ് രണ്ടാമത്തെ ഭാഗമാണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് അല്ലെങ്കിൽ എക്സ്പാർട്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 144 ആണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻ. ഡ്യൂറിംഗ് അസസ്മെന്റ് ഓഫ് ആൻ അസസി, അസസിംഗ് ഓഫീസർ കോൾസ് ഫോർ certain information which is necessary to know correct income or loss through notices from such assessee. ഒരു അസസിയുടെ അസസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അസസിയുടെ കൃത്യമായിട്ടുള്ള ഇൻകമോ ലോസോ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ചിലപ്പോൾ ചില ഇൻഫർമേഷൻ അസസിംഗ് ഓഫീസർക്ക് ആവശ്യമായിട്ട് വരും. ഇദ്ദേഹത്തിൻ്റെ ഇൻകമോ ലോസോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ഇൻഫർമേഷൻ അസസിംഗ് ഓഫീസർക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ
ആ അസസിക്ക് ഒരു നോട്ടീസ് അയച്ചുകൊണ്ട് അത്തരം ഇൻഫർമേഷൻ അസസിംഗ് ഓഫീസർക്ക് ആവശ്യപ്പെടാം. ഓക്കെ, ഇഫ് ആൻ അസസി ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് സച്ച് നോട്ടീസസ്, അസസിംഗ് ഓഫീസർ ക്യാൻ ഡീൽ വിത്ത് സച്ച് കേസസ് ഓൺ ഹിസ് ബെസ്റ്റ് ജഡ്ജ്മെന്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് അസസിക്ക് അയച്ച ശേഷം അതിനകത്ത് പറയുന്ന സമയത്തിനുള്ളിൽ അസസി ആ നോട്ടീസിനോട് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ അസസിംഗ് ഓഫീസർ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ജഡ്ജ്മെന്റിൽ അദ്ദേഹത്തിന് തോന്നുന്ന രീതി, അദ്ദേഹത്തിന് ന്യായമാണെന്ന് തോന്നുന്ന രീതിയിൽ അദ്ദേഹം ആ ഇൻകം അസസ് ചെയ്യപ്പെടും. അതിനാണ് നമ്മൾ ഇതിനകത്തുള്ള സെക്ഷൻ 144 ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മീനിങ് ഇത്രയേ ഉള്ളൂ. അസസിയോട് ഒരു വിവരം ആവശ്യപ്പെടുകയും അസസ് വിവരങ്ങൾ കൊടുക്കാതിരിക്കുകയും ചെയ്താൽ അസസിംഗ് ഓഫീസർ അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യപ്രകാരം അതിന്റെ സ്വന്തം ജഡ്ജ്മെന്റിൽ അദ്ദേഹം എന്ത് ചെയ്യും? ഈ അസസ് ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യും, ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യും. ആ ടാക്സ് അസസി കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഈ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് 2 കാറ്റഗറി ഉണ്ട്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. അതിൽ ഫസ്റ്റ് വൺ ആണ് കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. സെക്കൻഡ് വൺ ഈസ് ഡിസ്ക്രീഷണറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. ഫസ്റ്റ് വൺ, എന്താണ് കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് മെയ്ഡ് ഇഫ് അസസി ഹാസ് ഫെയിൽഡ് ടു ഫയൽ ഹിസ് റിട്ടേൺ ഓർ ഹാസ് failed to comply with notice under section 142 subsection 1, 142 subsection 2a or 143 subsection 2. ഒരു അസസി സെക്ഷൻ 139 വളണ്ടറി റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുന്നു, സ്വമേധ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല, മാത്രമല്ല ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടേൺ ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ട് അയക്കുന്ന നോട്ടീസുകൾ 142 subsection 1, 142 subsection 2a, 143 subsection 2, ഇത്തരം നോട്ടീസിന് റെസ്പോണ്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അതിന് റെസ്പോൺസ് ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത്തരം സമയങ്ങളിലാണ് കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് വരിക. റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുകയോ അതല്ലെങ്കിൽ നോട്ടീസ് അയച്ചിട്ടും റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താലാണ് കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് വരിക. രണ്ടാമത്തെ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ആണ് ഡിസ്ക്രീഷണറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇഫ് അസസിംഗ് ഓഫീസർ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് അബൌട്ട് കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് അസസി, or if no method of accounting has been regularly employed by assessee, or income has not been computed in accordance with standards notified by government, assessing officer may in his discretion make best judgment assessment under section 144. എന്ന് പറഞ്ഞാൽ അസസി അദ്ദേഹത്തിന്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തു. ഈ അക്കൗണ്ട്സിന്റെ കറക്റ്റ്നെസ്സിനെ കുറിച്ച് അസസിംഗ് ഓഫീസർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ, അതല്ലെങ്കിൽ അസസി റെഗുലർ ആയിട്ട് ഒരു പ്രത്യേക അക്കൗണ്ടിംഗ് മെത്തേഡ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടല്ല അസസി അദ്ദേഹത്തിന്റെ ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ, അപ്പൊ ഇങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോൾ അസസിംഗ് ഓഫീസർക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന്റെ സ്വന്തം ഡിസ്ക്രിഷനിൽ അദ്ദേഹത്തിന് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് നടത്താൻ കഴിയും. ഓക്കെ, അത് ഡിസ്ക്രിഷണറി ആണ്. മറ്റത് കമ്പൽസറി. കമ്പൽസറി എന്ന് പറയുമ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാത്ത കേസിലാണ് കമ്പൽസറി വരിക. ഡിസ്ക്രിഷണറി വരുന്നത് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ കറക്റ്റ്നെസ്സിനെ കുറിച്ച് അസസിംഗ് ഓഫീസർ സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കുകയോ അസസി കൃത്യമായിട്ടുള്ള അക്കൗണ്ടിംഗ് മെത്തേഡ് റെഗുലറായി ഫോളോ ചെയ്യാതിരിക്കുകയോ അതല്ലെങ്കിൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന രീതിയിലല്ല ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ അസസിംഗ് ഓഫീസർ അദ്ദേഹത്തിന്റെ സ്വന്തം ഡിസ്ക്രിഷനിൽ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് നടത്താറുണ്ട്. ഇനി എന്താണ് കോൺസിക്വൻസസ് ഓഫ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്? ഒരു അസസിയുടെ ഇൻകം ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റിന് വിധേയമായി കഴിഞ്ഞാൽ എന്തെല്ലാം കോൺസിക്വൻസസ് ആണ് അവിടെ അസസിയുടെ മേലിൽ വരുന്നത്? ഒന്ന്, അസസി ബിക്കംസ് ലയബിൾ ടു പ്രോസിക്യൂഷൻ അണ്ടർ സെക്ഷൻ 276(c) ആൻഡ് 276(d). സെക്ഷൻ 276(c) അനുസരിച്ചും 276(d) അനുസരിച്ചും പ്രോസിക്യൂഷന് അസസി വിധേയനാവേണ്ടതായിട്ട് വരും. എന്താണ് 276(c) പറയുന്നത്? ഫെയിലർ ടു ഫർണിഷ് റിട്ടേൺ ഓഫ് ഇൻകം. റിട്ടേൺ ഫയൽ ചെയ്യാൻ ഫെയിലായി കഴിഞ്ഞാൽ, ഒരു റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അസസി ബാധ്യസ്ഥനായ ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കോൺസിക്വൻസ്? 276(c) പറയുന്നത്, ഇഫ് ഇവേർഡ് ടാക്സ് എമൗണ്ട് എക്സീഡ്സ് ₹25 lakh,
rigorous imprisonment from 6 months to 7 years with fine. ഇങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുക വഴി ഇദ്ദേഹം 25 ലക്ഷം രൂപയിൽ കൂടുതൽ എമൗണ്ട് ടാക്സ് വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം മുതൽ 7 വർഷം വരെ കഠിന തടവിന് ശിക്ഷിക്കപ്പെടാം. അതിൻ്റെ പുറമെ ഫൈനും അടക്കേണ്ടതായിട്ട് വരും. ഇൻ അതർ കേസസ് 25 lakh rupeesൽ താഴെയുള്ള ടാക്സിൻ്റെ എമൗണ്ടാണ് ഇതേ റിട്ടേൺ ഫയൽ ചെയ്യാത്തത് കാരണമായിട്ട് വെട്ടിക്കപ്പെടുന്നത് എങ്കിൽ എന്താണ് അതിൻ്റെ പ്രോസിക്യൂഷൻ നടപടി പറയുന്നത്? ഇംപ്രിസോൺമെന്റ് ഫ്രം 3 months to 2 years with fine. 3 മാസം മുതൽ 2 വർഷം വരെ സാധാരണ തടവിന് ശിക്ഷിക്കപ്പെടാനും ഫൈൻ അടക്കേണ്ടതായിട്ടും വരും. ഇതാണ് 276(c). ഇനി 276(d) എന്ന സെക്ഷനകത്ത് എന്ത് കോൺസിക്വൻസ് ആണ് പറയുന്നത്? ഫെയിലർ ടു പ്രൊഡ്യൂസ് അക്കൗണ്ട്സ് ആൻഡ് ഡോക്യുമെന്റ്സ്. ഇവിടെ അസസിംഗ് ഓഫീസർ ആവശ്യപ്പെടുന്ന അക്കൗണ്ട്സും ഡോക്യുമെന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ ഫെയിലായി കഴിഞ്ഞാൽ, പ്രൊഡ്യൂസ് ചെയ്യാതിരുന്നാൽ, അത് കൊടുക്കാതിരുന്നാൽ എന്താണ് കോൺസിക്വൻസ് വരുന്നത്? പ്രോസിക്യൂഷൻ നടപടി എന്താണ് വരുന്നത്? റിഗറസ് ഇംപ്രിസൺമെന്റ് അപ് ടു 1 year വിത്ത് ഫൈൻ. 1 വർഷം വരെ കഠിന തടവും ഫൈനും അദ്ദേഹത്തിന്റെ മുകളിൽ ചുമത്തപ്പെടും. അപ്പോൾ ഇതാണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റിന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ദ റെമഡി അഗൈൻസ്റ്റ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. ഇനി ഒരാൾ ഒരു അസസ്സി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് വിധേയനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് റെമഡിയാണ്, അതിനു മുമ്പിൽ എന്ത് വഴിയാണ് പിന്നെ ഉള്ളത്? എന്താണ് ചെയ്യാൻ കഴിയുക? അസസ്സി ഈസ് എൻടൈറ്റിൽഡ് ടു അപ്പീൽ ടു കമ്മീഷണർ അപ്പീൽസ്. ഇൻകം ടാക്സ് കമ്മീഷണർ അപ്പീൽസ് എന്ന് പറയുന്ന വിങ്ങിലേക്ക് ഒരു അപ്പീൽ കൊടുക്കാനുള്ള അവകാശം അസസ്സിക്കുണ്ട്. ഓക്കെ, അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ അപ്പീൽ ടു അപ്പലറ്റ് ട്രിബ്യൂണൽ, അപ്പലറ്റ് ട്രിബ്യൂണലിൽ അപ്പീൽ കൊടുക്കാനുള്ള എൻടൈറ്റിൽമെന്റ് ഉണ്ട്. അതുകൊണ്ടും പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ അസസ്സിക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റും അതിൻ്റെ ക്ലാസിഫിക്കേഷനുകളും അതിൻ്റെ കോൺസിക്വൻസസും അതിൻ്റെ റെമഡിയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് റീ അസസ്മെന്റ് ഓർ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ്. സെക്ഷൻ 147 പറയുന്നത്, ഇഫ് അസസിംഗ് ഓഫീസർ ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ് എനി ഇൻകം ചാർജബിൾ ടു ടാക്സ് ഹാസ് എസ്കേപ്ഡ് അസസ്മെന്റ് ഹി മേ അസസ് ഓർ റീ അസസ് സച്ച് ഇൻകം. ഒരു അസസിംഗ് ഓഫീസർക്ക് തോന്നുകയാണ് ഏതെങ്കിലും ഒരു ഇൻകം അസസ്മെന്റിന് വിധേയമായിട്ടില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഇൻകം അസസ്മെന്റിൽ ഉൾപ്പെടാത്തതുണ്ട് എന്നുള്ള രീതിയിൽ ഒരു സംശയം, അങ്ങനെ ഒരു വിശ്വാസം അസസിംഗ് ഓഫീസർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ആ ഇൻകം വീണ്ടും അസസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഉൾപ്പെടുത്താത്ത ഏതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ആ എസ്കേപ്പ് ആയിട്ടുള്ള ഇൻകം അസസ് ചെയ്യാനോ മൊത്തം ഇൻകം റീ അസസ് ചെയ്യാനോ ഉള്ള ഒരു അധികാരം അസസിംഗ് ഓഫീസർക്കുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് റീ അസസ്മെന്റ് അല്ലെങ്കിൽ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനത്തെ ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് പ്രിക്വേഷണറി ഓർ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ആസ് ടു ഹു ഹാസ് റിസീവ്ഡ് the income and prima facie assessing officer can commence proceedings against any or all of them to determine as who is responsible to pay tax. നമ്മൾ സാധാരണ ഈ ഡിസ്പ്യൂട്ടഡ് ഇൻകത്തിന്റെ കേസിലൊക്കെ വരുന്ന ഒരു കേസാണ് ശരിക്ക് ഈ പ്രിക്വേഷണറി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏതെങ്കിലും പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടോ മറ്റോ ഒക്കെ ഡിസ്പ്യൂട്ട് നടക്കുകയാണ്, രണ്ടാളുകൾ തമ്മിൽ, രണ്ട് പാർട്ടീസ് തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ ആ ഇൻകം ആരുടെ കയ്യിൽ ടാക്സ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും അല്ലേ? അപ്പോൾ അത്തരം സമയങ്ങളിലാണ് ഈ പ്രിക്വേഷണറി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ അതിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത് ഇതാണ്: ആരാണോ റെസിപ്പിയൻ്റ് ഓഫ് ഇൻകം എങ്കിൽ റെസിപ്പിയൻ്റ് ഓഫ് ഇൻകമാണ് ടാക്സ് കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അസസിംഗ് ഓഫീസർ ചെയ്യുന്നത് എന്താണ്? ഒരു ഇൻകം റിസീവ് ചെയ്തത് ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമല്ലെങ്കിൽ, പ്രഥമ ദൃഷ്ട്യ അത്തരത്തിൽ വ്യക്തമല്ലാതെ വരികയാണെങ്കിൽ അസസിംഗ് ഓഫീസർക്ക് എന്ത് ചെയ്യാം? അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ അസസ്മെന്റ് പ്രൊസീഡിങ്സ് നടത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ അസസിംഗ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെന്റ് അനുസരിച്ച് ആരാണോ ടാക്സ് കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് തീരുമാനിക്കാനും ആ വ്യക്തിയിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനും
കഴിയും. അപ്പം അങ്ങനെയുള്ള അസസ്മെൻറ്റിനെയാണ് പ്രിക്വേഷണറി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.